ഇന്ന് ഞാനിവിടെ അവിൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതാ ഞാനിവിടെ കുറച്ച് അവിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും അളവിൽ എടുക്കട്ടോ. അപ്പൊ ഞാൻ കുറച്ച് അളവിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. ഇത് വെള്ള അവിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവിലും എടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ടൈപ്പ് അവിൽ എടുത്തിട്ടുള്ളൂ. ഇതാകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അധികം കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പ് അവിലാണ്. നമ്മൾ വീഡിയോക്ക് ലൈക്ക് തരണേ. അതുപോലെ തന്നെ നമ്മളെ ചാനലിനെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇതാ ഞാനിതാ ഈ ഒരു അവില് വറുത്തെടുക്കാൻ പോവാന്ന്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പാത്രത്തിലേക്ക്. പാത്രം ചൂടായി വന്നതാണ്. കുറെ ഒന്നും വേണമെന്നില്ല, കുറച്ച് മതിയാവും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് നമ്മൾ എടുത്തു വെച്ച അവില് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അവിലൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് ഈ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കട്ടോ. ചെറുങ്ങനെ ഒന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരണ്ട, ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വരണം. അവില് കൊണ്ട് പല പലഹാരം ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതുവരെ ആരും ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊന്ന് ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ. ഇതാ അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അധികം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് എന്താ പറയാ, നമ്മളിങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് ഒന്ന് ഞെരിഞ്ഞ് വരും. അങ്ങനെ ആയി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേ പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ നിങ്ങൾ നെയ്യിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെയ്യിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നെയ്യിൽ ചെയ്യാൻ പറയുന്നത്. നമുക്ക് വേണ്ടിയത് വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ. ഇത് കളറൊന്ന് മാറി വരണം കേട്ടോ. ഒരു നെയ്യ് കടന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ. വലിയുള്ളി കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് ഒരു അരമുറി വലിയുള്ളിയാണ്. ഒരു ചെറിയ വലിയുള്ളിന്റെ അരമുറി വലിയുള്ളിയാണ് എടുത്തത്. അത്രയും മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചുവന്നുള്ളി ആണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാ വലിയുള്ളി ഒന്ന് നല്ലോണം മൂത്ത് വന്നോട്ടെ. ഇത് ഏകദേശം ആയിട്ടുണ്ട് വലിയുള്ളി. ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ ഒരു ടീസ്പൂണ് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. കുറേയൊന്നും വേണമെന്നില്ല കേട്ടോ. കരിഞ്ജീരകം ഇല്ലെങ്കിൽ എള്ള് ചേർത്ത് കൊടുത്താൽ മതി. കരിഞ്ജീരകമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാണ്. ഏലക്ക ചേർത്ത് കൊടുക്കുക. 2-3 ഏലക്ക ചതുക്കിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവേ. ഇതൊന്നും കൂടി മൂത്ത് വന്നോട്ടെ. ഒരു കരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ. അപ്പൊ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത്. പിന്നെ നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ട്, അതും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് തന്നെ. ഇതിലേക്ക് ഞാൻ തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോ അരമുറി തേങ്ങന്റെ അടുത്തുണ്ടാവും കേട്ടോ. അപ്പൊ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് നല്ലോണം ഉലർത്തിയെടുക്കാം കേട്ടോ. പഞ്ചസാര കൂടിപ്പോവേണ്ട, ഇത്രയും മതിയാവും.
അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഒലത്തിയെടുക്കുക. നമ്മളിപ്പോ പഴം നിറച്ചതിലേക്കൊക്കെ ഒലക്കുന്നില്ലേ, അതേപോലെ ഒന്ന് ഒലത്തിയെടുക്കുക. ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പൊ പഞ്ചസാര ഇത്ര വേണ്ടെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് കുറച്ച് പഞ്ചസാര അധികമാവുന്ന സമയത്ത്. ഇതേപോലെ ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ. ഇനിയിപ്പോ മക്കിയിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര മതിയാവും. എന്നിട്ട് ഇത് നല്ലോണം ആ ഒരു മുട്ട ഈ ഒരു തേങ്ങയും എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കട്ടോ. മുട്ട ഒന്ന് വെന്ത് വന്നോട്ടെ. പഞ്ചസാരയിലൊന്ന് മിക്സ് ആയിട്ട് നല്ലോണം വെന്ത് വന്നോട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും കരിഞ്ജീരകം ചേർത്താല് കയ്പ്പ് രസം വരികയല്ലേ. ഞാൻ അധികം കരിഞ്ജീരകത്തിന്റെ റെസിപ്പി ചെയ്യുന്നേരം എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ, കരിഞ്ജീരകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കയ്പ്പ് രസം വരികയല്ലേന്ന്. കയ്പ്പ് രസം അടിക്കുകയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നമ്മളിവിടെ ചട്ടിപ്പത്തിരിയിലൊക്കെ അധികവും ഇതേപോലെയാണ് ചേർത്ത് കൊടുക്കുക, കരിഞ്ജീരകമാണ് കേട്ടോ. പിന്നെ കറുത്തള്ള് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്, പക്ഷെ ഈ ഒരു ടേസ്റ്റ് കിട്ടുകയല്ല കേട്ടോ. കറുത്തള്ള് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇത് ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് തേങ്ങയും മുട്ടയൊന്ന് വെള്ളം ഒന്ന് വറ്റി നോട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു അവിലില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആ തേങ്ങന്റെ ഒരു മിക്സ് എല്ലാ ഭാഗത്തും ആവണം അവിലിന്റെ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കാൻ പറ്റി. നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മളെ ചാനൽ. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എളുപ്പമല്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഇതാ തേങ്ങയും മുട്ടയും അതുപോലെ തന്നെ നമ്മളെ ഉള്ളി എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ആരും പറയില്ല കേട്ടോ ഇതിൽ തേങ്ങയും മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നു ഒന്നും കാണാനില്ല. പക്ഷെ കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോ തണിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കട്ടോ. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. കുറച്ചു നേരം ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അധികം നേരം ഇങ്ങനെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു. അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും ഇഷ്ടാവും.